5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി, KSEBയുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മന്ത്രി, വൈദ്യുതി മന്ത്രി, ഒരു ഉത്തരം പറയാമോ? ഏകദേശം 1,51,922 പേർ സംസ്ഥാനത്ത് സോളാർ പുരപ്പുറ സൗരോർജ്ജം എടുത്തിട്ടുണ്ട്, സോളാർ പദ്ധതി എടുത്തിട്ടുണ്ട്. അവരെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുമോ? കാരണം ഇനിയും ഒരുപാട് ആളുകൾ സോളാർ എടുക്കണം. ഒരു വശത്ത് റിന്യൂവബിൾ എനർജിയെക്കുറിച്ച് വാദോരാതി സെമിനാറുകളും നാഷണൽ കൺവെൻഷനുകളും ഇൻ്റർനാഷണൽ കൺവെൻഷനുകളും ലോക റിന്യൂവബിൾ എനർജി പോലുള്ള സോളാർ എനർജിയിലേക്ക് പോകണം എന്ന് പറയുന്ന സമയത്താണ് ഇവിടെ കേരളത്തിൽ രഹസ്യമായ ഒരു ഇരുട്ടടിയുമായി ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ വൈദ്യുതി മന്ത്രിയും നമ്മുടെ സംവിധാനവും വരുന്നത്. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് റിന്യൂവബിൾ എനർജി ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് എന്ന് പറയുന്ന നിയമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നെറ്റ് മീറ്ററിൽ നിന്ന് ഗ്രോസ് മീറ്ററിലേക്ക് മാറുകയാണ്. എന്താണ് ഈ നെറ്റ് മീറ്റർ ആൻഡ് ഗ്രോസ് മീറ്റർ? പകലാണ് നമുക്ക് സോളാറിൽ നിന്ന് കൂടുതൽ ഊർജ്ജം കിട്ടുന്നത്. രാത്രി ഇരുട്ടും പ്രകാശവും കുറവായതുകൊണ്ട് ചൂട് വന്നില്ലാത്ത നമുക്ക് കിട്ടുകയില്ല. ഈ പകൽ കിട്ടുന്ന വൈദ്യുതിയെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ മിച്ചം വരും. ഈ മിച്ചം വരുന്ന വൈദ്യുതി കണക്കാക്കി രാത്രി നമ്മൾ എത്ര ഉപയോഗിക്കും, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള കണക്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ സോളാർ വെക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് എത്ര കറണ്ട് നമ്മൾ സർക്കാരിൽ നിന്ന് എടുക്കുന്നു, ആ കറണ്ടും നമുക്ക് പകൽ കിട്ടുന്ന കറണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കി കുറച്ച് പൈസ, അതിന് ആവശ്യമുള്ള വളരെ കുറച്ച് പൈസ മാത്രമായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പോൾ വളരെ നാമമാത്രമായ തുക മാത്രമായിരിക്കും സോളാർ വെച്ചിട്ടുള്ള ഒരാൾ നെറ്റ് മീറ്റർ പ്രകാരം കൊടുക്കേണ്ടി വരിക. അതിനെ ഗ്രോസ് മീറ്ററിലേക്ക് മാറ്റുകയാണ്. ഗ്രോസ് മീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ നെറ്റ് മീറ്ററിൻ്റെ ഒരു ഗുണം കിട്ടുകയില്ല. വൈദ്യുതി നമ്മൾ രാത്രി കാലത്ത് ആണല്ലോ സാധാരണ AC-യും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ പ്രത്യേകിച്ച് വേനൽക്കാലങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഗ്രോസ് മീറ്റർ കണക്ക് പ്രകാരം കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. നമ്മൾ പണം കൊടുത്ത് 2.5 ലക്ഷം രൂപ കൊടുത്ത് 3 കിലോ വാട്ടിൻ്റെയും 5 ലക്ഷം രൂപ കൊടുത്ത് 5 കിലോ വാട്ടിൻ്റെയും ഒക്കെ സോളാർ വൈദ്യുതി ഫിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇലക്ട്രിസിറ്റി ബോർഡിന് വൻ തുക കൊടുക്കേണ്ടി വരികയാണെങ്കിൽ പലരും സോളാറൊക്കെ വയ്ക്കുന്നത് ലോൺ എടുത്തും ഉരുപ്പടി പണയം വെച്ചും പല രൂപത്തിലാണ്. പെട്ടെന്ന് പൈസ 2.5 ലക്ഷം രൂപ എടുക്കാൻ കാണുകയില്ല, സബ്സിഡി ഉണ്ടെങ്കിലും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന പാവപ്പെട്ട വീടുകളിൽ ഉൾപ്പെടെ ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുക. ഒരു വശത്ത് നമ്മളിത് പറയുന്നു, മറുവശത്ത് വലിയ തിരിച്ചടി കൊടുക്കുന്നു. അതുപോലെ തന്നെ പുതിയ മീറ്റർ വെച്ച് ബാറ്ററി വാങ്ങി വെച്ചാൽ കുറേ സംരക്ഷിക്കപ്പെടാം. 3 കിലോ വാട്ട് വരെ ഉള്ളതിന് നെറ്റ് രീതി ഒഴിവാക്കുന്നു, ഗ്രോസ് രീതി മാറ്റുന്നു എന്നൊക്കെ പറയുന്നു. ഇതിലൊരുപാട് അവ്യക്തതകളുണ്ട്. 3 കിലോ എന്നുള്ളത് 5 കിലോ വരെയെങ്കിലും ഉള്ള ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. സാധാരണ വീടുകളിൽ 2 AC-യും കുറച്ച് ലൈറ്റും പ്രകാരമൊക്കെ ഉള്ള ഒരു സാധാരണ ഇടത്തരം വീടുകളിലൊക്കെ 5 കിലോ വാട്ടെങ്കിലും ആവശ്യമുണ്ട്. 3 കിലോ വാട്ട് എന്ന് പറയുന്നത് വളരെ താഴ്ന്ന ഉപഭോഗമുള്ള സ്ഥലങ്ങളിലേക്കാണ് വരുന്നത്. ഒരു 5 കിലോ വാട്ടെങ്കിലും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 കിലോ വാട്ട് വരെ 5 കിലോ വാട്ട് വരെ ഉള്ളവരെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കി ഇല്ലെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും. വീണ്ടും പുതിയ ബാറ്ററി വാങ്ങി വയ്ക്കുന്ന കഥയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ബാക്കി വെച്ചാൽ 2.5 ലക്ഷം രൂപ വീണ്ടും ബാറ്ററിക്ക് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ ഇപ്പം തന്നെ 2.25 ലക്ഷം രൂപ കൊടുക്കണം 3 കിലോ വാട്ടിന്, പിന്നെയും ഒരു 2 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് താങ്ങാവുന്നതല്ല. ഏത് പുതിയ പദ്ധതി കൊണ്ടുവരുമ്പോഴും ജനങ്ങൾക്ക് താങ്ങാവുന്ന നിലയിൽ ഇത് കൊടുക്കണം, ജനങ്ങൾക്ക് ആകർഷകമായിരിക്കണം. പക്ഷേ ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് ഇങ്ങനെ ചെയ്യുന്നത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന്, സ്വകാര്യ ഇലക്ട്രിസിറ്റി കമ്പനികളിൽ നിന്ന് ഒരുപാട് ഇലക്ട്രിസിറ്റി വാങ്ങുന്നതിന് വേണ്ടിയും അവരുടെ ഒരു സമ്മർദ്ദം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അഴിമതി ഉണ്ടോ എന്നൊരു സംശയം കൃത്യമായി ജനങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയേണ്ടി വരും. 40 ദശലക്ഷം യൂണിറ്റ് നിന്ന് പ്രതിദിനം വാങ്ങിയിരുന്നിടത്തുനിന്ന് മാറി പിന്നെ 24 മുതൽ 30 ലക്ഷം വരെ യൂണിറ്റ് വരെ വാങ്ങുന്നുള്ളൂ സ്വകാര്യ ഏജൻസി. അവർക്ക് ഇതിൻ്റെ കണക്ക് കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ അവർ നന്നായി ചിലപ്പോൾ അഴിമതിയിലൂടെയും പല രൂപത്തിലും പണം കൊടുത്തും ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ സ്വാധീനിച്ച് സോളാറിൽ നിന്ന് അഴിമതിയും തിരിമറിയും നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് വലിയ ഇരുട്ടടിയാണ് വരുന്നത്. സോളാറിൻ്റെ ശോഭ കെടുത്താനുള്ള വലിയ ഗൂഢനീക്കമാണ് നടക്കുന്നത്. മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചാനലുകൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ബഹളത്തിനിടയിൽ ഇതൊക്കെ വിട്ടുപോയോ എന്നറിയില്ല. തീർച്ചയായിട്ടും സോളാറിനെ വെറുതെ വിടുക. ലോകത്ത് ഏറ്റവും കൂടുതൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന 8 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ അക്ഷാംശത്തിൽ കിടക്കുന്ന, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന ഏറ്റവും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന, വർഷത്തിൽ 100-120 ദിവസം നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന കേരളത്തിൽ തീർച്ചയായിട്ടും സോളാറിനെ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് വലിയ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും. ജനങ്ങൾക്കത് വലിയ സഹായമായിരിക്കും. ഇപ്പോൾ വച്ചിരിക്കുന്ന 1.5 ലക്ഷം ഉപഭോക്താക്കളെ കാണാതെ പോകരുത്. തീർച്ചയായിട്ടും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് സോളാർ എത്തിക്കുവാനുള്ള ശ്രമമാണ് സർക്കാർ ചെയ്യേണ്ടത്. അതിനാവശ്യമായ നയങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ഈ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ 5 കിലോ വാട്ട് വരെയുള്ളവരെങ്കിലും ഒഴിവാക്കി അവരെ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റത്തിൽ തന്നെ നിലനിർത്തുകയും ബാക്കി കൂടുതൽ രീതിയിലേക്ക് പോകുന്നവരെ ഗ്രോസ് മീറ്റർ സിസ്റ്റത്തിലേക്ക് മാറ്റിയാലും കുറച്ചെങ്കിലും ഒരു ന്യായീകരിക്കാൻ കഴിയും. അല്ലാതെ അടച്ച് പാവപ്പെട്ടവൻ്റെ വൈദ്യുതി പ്രകാശത്തിൻ്റെ പേരിൽ വീണ്ടും ഇടരുത്. അങ്ങനെ വരുമ്പോൾ അവർ AC ഉപയോഗിക്കുന്ന വല്ലാതെ കുറയ്ക്കും, ലൈറ്റുകൾ കുറയ്ക്കും, കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുള്ളൊരു ഫാമിലികളാണ്. അപ്പോൾ അവരെ ഉപദ്രവിക്കരുത്. ദയവായി തീർച്ചയായും
മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ശ്രദ്ധ ഇതിനകത്ത് അടിയന്തരമായി ഉണ്ടാകണം. മുഖ്യമന്ത്രി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.